ഉള്ളത്തിൽ വന്നതിനാൽ അവൻ എന്റെ കാലം പിടിച്ചു തന്റെ മാർവോടണച്ചിടുമേ. അവൻ വരുന്ന നാള് എന്റെ കാലം പിടിച്ചു തന്റെ മാർവോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായാട്ടു ഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആട്ടു ഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാട്ടലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാട്ടലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമായി. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമായി. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാട്ടലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാട്ടലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. കൺകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി. കൺകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി. കാര്യ കഷ്ടതകൾ വേറും ദിനം തോറുമേ കാന്താവേഗം നീ വന്നിടണേ. കാര്യ കഷ്ടതകൾ വേറും ദിനം തോറുമേ കാന്താവേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ.
വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും ഞാനെന്നും എന്റെ പ്രിയനായി. പാടും ഞാനെന്നും എന്റെ പ്രിയനായി. വാഴും. പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നല്ല ഗാനങ്ങളെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചല്ലോ. തൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് പകൽക്കാലം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രഭാതത്തിൽ, ഈ ചൊവ്വാഴ്ചയുടെ പകലിൽ ഭൂമിയുടെ 5 വൻകരകളിലും സകല വിശുദ്ധന്മാരും ദൈവത്തെ ആമേൻ സത്യത്തിലും ആത്മാവിലും ആമേൻ ഭവനതലങ്ങളിലും സഭാപരമായൊക്കെ ആരാധിക്കുമ്പോൾ ഈ ഭൂപരപ്പിൽ നമുക്കൊരു പകലുകൂടെ ദൈവം ദാനമായി നൽകിയല്ലോ. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ വലിയ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പ്രഭാതമാക്കി ദൈവം തീർക്കട്ടെ. ഓരോ ഭവനങ്ങളും ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുവാൻ, പരിശുദ്ധാത്മാവിൽ സഞ്ചരിപ്പാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ഒരവസരം കൂടെ ഒരുക്കുന്നതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലിൽ കർത്താവിൻ്റെ ശബ്ദത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാമല്ലോ. എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന് നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാമല്ലോ. ആമേൻ. ഈ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാമത്തെ അധ്യായം, ആമേൻ, അതിൻ്റെ 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും ഇങ്ങനെ വായിക്കുന്നു. പ്രാരംഭത്തിൽ 12-ാമത്തെ വാക്യം വായിക്കുന്നു. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു ഗോവേണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കിവിടെ ഈ വാക്യം വായിക്കുമ്പോൾ അറിയാം, ഈ 12-ാമത്തെ വാക്യം അല്ലെങ്കിൽ 28-ാമത്തെ അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം ആമേൻ, സ്തോത്രം, ഇസഹാക്കിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാക്കോബിൻ്റെ മേൽ പകർന്ന് സകല അനുഗ്രഹങ്ങൾ, സകലത്തിൻ്റെ മേലുമുള്ള അനുഗ്രഹം, ആമേൻ, സകല അനുഗ്രഹങ്ങളും, ഭൂമിയിലുള്ള അനുഗ്രഹം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഒരു പുൽക്കൊടിയുടെ മേലുള്ള അനുഗ്രഹം വരെ ആമേൻ അവൻ്റെ മേൽ പകർന്ന്, സ്തോത്രം, ആമേൻ. 1-2 വാക്യങ്ങളും ഒക്കെ വായിക്കുമ്പോൾ ആ അനുഗ്രഹത്തെയും അവൻ്റെ യാത്രകളെപ്പറ്റി നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഏശാവ് അവനെ പിന്തുടരുന്നതും ഒക്കെ നമുക്കവിടെ കാണുന്നു. അപ്പോൾ തന്നെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ ആമേൻ, സ്തോത്രം, അവനൊരു പട്ടണത്തിലെത്തി. ആമേൻ, സ്തോത്രം, ഒരു സമയത്ത് ആമേൻ അവൻ അവിടെ എത്തുമ്പോൾ തന്നെ ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിൻ്റെ സമയത്തും അവൻ അവിടെ ഒരു കല്ലെടുത്ത് തലകണയായി വച്ച് അവൻ അവിടെ കിടന്നുറങ്ങി. സ്തോത്രം, ആമേൻ. കിടന്നുറങ്ങുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം, ആമേൻ, അനുഗ്രഹം ഇരിക്കുകയില്ലേ, അനുഗ്രഹം, ശാപമല്ലല്ലോ, അനുഗ്രഹം, അപ്പൻ്റെ അനുഗ്രഹം പ്രാപിച്ച് യാത്ര ചെയ്യുന്ന യാക്കോബിൻ്റെ മേൽ ഒരു വലിയ നിയോഗം വെളിപ്പെടുകയാണ്. യാക്കോബ് ആ പട്ടണത്തിൽ കിടക്കുമ്പോൾ ആ പട്ടണത്തിൻ്റെ പേര് അതുവരെ ലൂസ് എന്നായിരുന്നു. സ്തോത്രം. ആ ലൂസ് എന്ന് ആയിരുന്ന പട്ടണത്തെ, പ്രൈസ് ദി ലോർഡ്, ആ പട്ടണത്തിൻ്റെ മുഖച്ഛായ മാറുകയാണ്. ദൈവപൈതലേ, ഹല്ലേലൂയ. ആമേൻ. യാക്കോബ് ആ സ്ഥലത്ത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ സ്ഥലത്തിനൊരു പേരിട്ടു. അതിൻ്റെ പേരാണ് ബേഥേൽ. സ്തോത്രം. അവിശ്വാസത്താൽ എല്ലാ അനുഗ്രഹങ്ങളാലും അവൻ ഒരു കല്ലെടുത്ത് അവിടെ നാട്ടി എണ്ണ ഒഴിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞാൻ മടങ്ങി വരുമ്പോൾ ഇവിടെ കർത്താവിനൊരു ആലയം, ഒരു യാഗപീഠം പണി. ഒരു നേർച്ചയെ നേർന്നാണ് അവൻ അവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ ഒരു നേർച്ച നേർന്ന് അവൻ യാത്ര ചെയ്യുമ്പോൾ ലൂസ് എന്ന പട്ടണത്തെ ബേഥേലാക്കിയ ഒരു ദൈവം അവിടെ യാക്കോബിനോട് കൂടെ സഞ്ചരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ 19-ാമത്തെ വാക്യവും അതിൻ്റെ 18-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ
ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ഇന്ന് പകലിൽ ആമേൻ ആമേൻ വാഴ്ത്തത്വമുള്ളവൻ, ദർശനം കാണുന്നവൻ, പ്രവചിക്കുന്നവൻ, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ എല്ലാവരും നോക്കി നിൽക്കെ യാക്കോബിൻ്റെ മേൽ പകർന്ന ഒരു ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയാണ്. ആമേൻ അതുവരെ ആരും ആമേൻ സ്തോത്രം സഞ്ചരിക്കാത്ത ഇടത്ത് കൂടെ യാക്കോബിനെ ദൈവം ആമേൻ കടത്തിവിടുക. ദൈവപൈതലേ, ഇന്നലകളിൽ ആരും സഞ്ചരിക്കാത്ത മേഖലയിൽ, ഇന്നലകളിൽ ആർക്കും ചെയ്തെടുക്കാൻ കഴിയാത്ത കാര്യാദികളിൽ സ്വർഗം നിന്നെ ചിലത് പരമേൽപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. പ്രിയരെ, യാക്കോബിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും യാക്കോബിൽ കൂടെ ദൈവം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സംഖ്യാപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, സംഖ്യാപുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിൻ്റെ 12-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾപ്പാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ ആമേൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. സ്തോത്രം. ആമേൻ. നിങ്ങളുടെ ഇടയിൽ ഒരുത്തൻ വേണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നമ്മുടെ സഭയിൽ ഒരു പ്രവാചകനെ ദൈവം ആമേൻ എഴുന്നേൽപ്പിച്ചാൽ, ഒരാൾ വെളിപ്പാടിൽ ദൈവവചനം പ്രസംഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരാൾ ദർശനം കണ്ടു കഴിഞ്ഞാൽ, ആമേൻ അവനിൽ കൂടെ ആ സഭയ്ക്കകത്ത് ഒരു വലിയ ദൈവത്തിന് നിയോഗം വെളിപ്പെടും. പലയിടത്തും മീറ്റിങ്ങിന് പോകുമ്പോൾ, പലയിടത്ത് ചർച്ചകളിലും പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പലപ്പോഴും ഇടപെടുന്ന ദൂതുകളും ആലോചനകളും ഏറ്റെടുത്ത് ചില വ്യക്തികൾ ദർശനങ്ങൾ കാണുവാൻ കഴിയും. ചില വ്യക്തികൾക്ക് ദർശനം ദൈവം കൊടുക്കും. ആമേൻ. അവർ ദർശനം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം ദൈവം പ്രവൃത്തി ആ സഭയിൽ വെളിപ്പെടുവാനിടയാകും. ദൈവപൈതലേ, കണ്ടോ, ഹല്ലേലൂയ. ഭയങ്കര അത്ഭുതങ്ങൾ ആ സഭയ്ക്ക് നടക്കും. കാരണം ഇപ്പം പലതും പല സഭകളിലും ആമേൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ആമേൻ നടക്കാത്ത കാര്യം ഒന്ന്, ആമേൻ ദർശനം ആമേൻ കാണാൻ വ്യക്തികൾ സഭയ്ക്കകത്തില്ല. ആമേൻ. ദർശനം കാണാനോ ദൈവം കൊടുക്കുന്ന ശബ്ദം ഏറ്റുപറയാനോ ദൈവത്തിൻ്റെ നാവായി തീരാനോ സഭയ്ക്കകത്ത് നിന്ന് ആളില്ല. ആമേൻ. അഥവാ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും അവർ ആ സഭയിൽ ദർശനം പ്രാപിച്ചിട്ട് അവരവിടുന്ന് പോയിക്കളയും. കാരണം അവരെ അവിടെ നിർത്തത്തില്ല. ഓ, ഇവരെന്താ പ്രവാചകനാണോ? ഇവൻ്റെ അപ്പന് ആരായിരുന്നു? ഇവൻ്റെ അമ്മ എന്തായിരുന്നു? ഇവൻ ആരാ എന്നൊക്കെ ചോദിച്ച് ദൈവം കൊടുക്കുന്ന അരുളപ്പാടുകളെ കുഴിച്ചു മൂടുന്ന ഒരു കൂട്ടം പേര് ചുറ്റും ഉണ്ടാകും. അത് യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇവൻ ആരാ? തച്ചൻ്റെ മകനല്ലേ എന്ന് തുടങ്ങി. ഇന്നും അങ്ങനെ സഭകൾക്കകത്ത് അങ്ങനെയുള്ള വിദ്വേഷങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ദൈവത്തിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. സഭയ്ക്ക് നേരെ വരുന്ന അനർത്ഥത്വങ്ങളെക്കുറിച്ചോ പ്രതികൂലങ്ങളെക്കുറിച്ചോ പരാജയങ്ങളെക്കുറിച്ചോ ദൈവത്തിന് സംസാരിക്കാൻ ഒരു നാവ് അതിനകത്തില്ലാതെ പോകുന്നു. സ്തോത്രം. ഇതാ ഇവിടെ ആമേൻ സ്തോത്രം മോശയുടെ കാലഘട്ടങ്ങളിൽ ആമേൻ സ്തോത്രം ദൈവം ചിലരെ വിളിക്കുകയാണ്. ആമേൻ. അഹരോനെയും ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് വിളിച്ച് ദൈവം ചിലത് കൈമാറ്റം ചെയ്യുകയാണ്. സ്തോത്രം. ദൈവപൈതലേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം ആ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു എങ്കിൽ ആമേൻ നിന്നോട് ദൈവം സംസാരിക്കും. കണ്ടോ, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. അവൻ എൻ്റെ ഗ്രഹത്തിൽ ഒക്കെയും വിശ്വസ്തനാകുന്നു. അവൻ മോശയോട് സംസാരിപ്പാൻ ആ 30 ലക്ഷം ജനത്തിന് നടുവിൽ ഒരാൾ പോലും സംസാരിപ്പാൻ യോഗ്യനായ ഒരാളില്ല. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ. ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ നിരവധി പ്രാവശ്യം ദൈവം ആഗ്രഹിച്ചു. പക്ഷേ നമ്മളതിന് തയ്യാറല്ലാത്തത് കൊണ്ട് ദൈവം ആമേൻ ആ സംസാരങ്ങൾ ആമേൻ സംസാരിക്കാൻ കഴിയാതെ താൻ ദുഃഖിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് ഈ ദിവസങ്ങളിൽ
ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുത്തുവാൻ ആമേൻ വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമ്മളായിരിക്കണം കേട്ടോ. സ്തോത്രം. ഇല്ലെങ്കിൽ സഭയ്ക്ക് അറിയിക്കേണ്ട ദൂതുകൾ പലതും, ദൈവത്തിൻ്റെ ആത്മാവിനെ അറിയിക്കാനുള്ളത് പലതും അറിയിക്കാതെ കർത്താവ് മാറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് പ്രവാചകന്മാർ വേണം, സഭയ്ക്കകത്ത് ദർശകന്മാർ വേണം, സഭയ്ക്കകത്ത് വ്യാഖ്യാനപരമുള്ളവർ വേണം, സഭയ്ക്കകത്ത് പ്രവാചകിമാർ വേണം. ആമേൻ. സ്തോത്രം. ഈ കാലഘട്ടം ദുഷ്കരമേറിയ കാലഘട്ടത്തിലേക്ക് വരുന്നു. സഭയിൽ കൃപയുള്ളവർ എണീക്കണം. അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലവും ദൈവം അയക്കുന്നത്. നോക്കിക്കേ, യോബിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യവും ചേർത്ത് പഠിക്കുമ്പോൾ, ഗാഠനിദ്ര മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ, സ്തോത്രം, അവർ പ്രൈസ് ദി ലോർഡ് ശെഖേമിൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറന്നു. ആമേൻ. അവരോടുള്ള ആമേൻ പ്രബോധനത്തിന് മുദ്രയിട്ടു. സ്തോത്രം. അപ്പൊ ദൈവത്തിന് ചിലത് പറയാനും ദൈവത്തിന് ചിലത് പ്രവർത്തിക്കാനും മനുഷ്യൻ തയ്യാറാകുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവം ചിലത് അവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കും. ദൈവകുഞ്ഞെ, ഈ ദിവസങ്ങളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ 35-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോഴും ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശ മുഖാന്തരം ആമേൻ സ്തോത്രം 5 പുസ്തകത്തിനും തുടക്കം കുറിക്കുമ്പോൾ ആമേൻ 35-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറഞ്ഞ, അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ യേശാവിൻ്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് ആമേൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. കണ്ടോ, ഒരു യാഗപീഠം ഉണ്ടാക്കാൻ ദൈവം അവനോട് കൽപ്പിക്കുകയാണ്. ദൈവകുഞ്ഞെ, ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാമത്തെ ആമേൻ അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും തങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞു. ആമേൻ. നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നിങ്ങൾ എന്ത് ചെയ്യണം? ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. ആദ്യ വിഗ്രഹങ്ങൾ നീക്കിക്കളഞ്ഞു. ഈ കാലഘട്ടങ്ങളിൽ നീക്കേണ്ടത് നീക്കുവാൻ യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി 48:3 വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് പിന്നെയും ഇടപെടുവാനിടയാകും. ദൈവ പൈതലെ, കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഉൽപ്പത്തി 26, 24, 35, 12, 13, 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലേക്കും നമ്മുടെ ചിന്തയെ തിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് ഇടപെടുകയാണ്. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. ഇവിടെ അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു ഗോവേണി അവൻ്റെ തലയിൽ സ്വർഗത്തിലേക്കോളം, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ തല സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. നിങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. കരങ്ങളിലേക്ക് താഴ്ത്തുന്നു യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.